ഈ ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? ഇങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ജന്മത്തിന് കാരണമായ മാതാപിതാക്കളാണോ? അതല്ല നിങ്ങൾ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളിയാണോ? അതുമല്ല ആ പങ്കാളിയോട് ലഭിച്ച നിങ്ങളുടെ മക്കളാണോ? അതുമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളാണോ? അതല്ല നമ്മൾ ചങ്കുകൾ എന്ന് കരുതുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണോ? അതുമല്ലെങ്കിൽ ഈ സമൂഹമാണോ? ഇവരൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താം, കുറ്റപ്പെടുത്താം, തള്ളിപ്പറയാം. എന്നാൽ ഇവരുടെയൊക്കെ സ്നേഹത്തിന് ഒരു കണ്ടീഷൻ ഉണ്ടാവാം. എന്നാൽ അൺകണ്ടീഷണലായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അവനാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവനാണ് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും ഇവിടെ സംവിധാനിച്ചത്. നിങ്ങളുടെ പിതാവിൻ്റെ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരേ ഒരു ബീജവും നിങ്ങളുടെ മാതാവിൻ്റെ ഒരേ ഒരു അണ്ടവുമായി ചേർന്നപ്പോഴാണ് നിങ്ങളെന്ന സ്പെഷ്യൽ മനുഷ്യൻ ഉണ്ടായത്. യെസ്, യു ആർ ദ സ്പെഷ്യൽ ക്രിയേഷൻ ഓഫ് ദ ക്രിയേറ്റർ. ആ സൃഷ്ടാവിൻ്റെ ഒരു സ്പെഷ്യൽ സൃഷ്ടിയാണ് നിങ്ങൾ. ആ സൃഷ്ടിപ്പ് യാദൃശ്ചികമല്ല, തികച്ചും പ്ലാൻഡാണ്, ഉറപ്പിച്ചതാണ്. നമ്മുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാർത്ഥകമാകുന്നത്, അർത്ഥവത്താകുന്നത്. ആ അയച്ചവൻ നമ്മളെ എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ട കരുത്ത് നമുക്ക് ആ വിശ്വാസത്തിൽ നിന്നും ലഭിക്കും. ജീവിതം വിജയിക്കാനുള്ളതാണ്, ജീവിതം മുന്നോട്ട് പോകാനുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി ആ വിശ്വാസം മാറേണ്ടതുണ്ട്.